സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയനിഴലിൽ നിർത്താൻ ശ്രമിച്ച ആരിഫ് മുഹമ്മദ് ഖാനോട് മമത വേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. ദുഃഖാചരണത്തെ തുടർന്ന് രാജ്ഭവൻ ജീവനക്കാർ ഗവർണർക്ക് നൽകാനിരുന്ന യാത്രയയപ്പും റദ്ദാക്കി. ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമൊഴിയുമ്പോഴും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തീരുന്നില്ല. സ്ഥാനമൊഴിയുന്ന ഗവർണർമാർക്ക് സർക്കാർ യാത്രയയപ്പ് നൽകുന്ന പതിവുണ്ട്. എന്നാൽ ആരിഫ് ഖാന്റെ കാര്യത്തിൽ ആ പതിവ് തെറ്റിക്കുകയാണ്. നാളെ കേരളം വിടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടെന്നാണ് തീരുമാനം. സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയനിഴലിൽ നിർത്തുകയും ചെയ്ത ആരിഫ് ഖാന് ഉപചാരപൂർവ്വമുള്ള യാത്രയയപ്പ് വേണ്ടെന്നാണ് ഭരണ നേതൃത്വത്തിലെ ധാരണ. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻഗാമി ജസ്റ്റിസ് പി സദാശിവത്തോട് ഇതായിരുന്നില്ല സമീപനം. ചില വിഷയങ്ങളിൽ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. രാജ്ഭവനിലെ യാത്രയയപ്പ് സമ്മേളനത്തിന് പുറമെ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സദാശിവത്തിന് യാത്രയയപ്പ് നൽകിയിരുന്നു. മാസ്കറ്റിലെ യാത്രയയപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സദാശിവത്തെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതുകൂടാതെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സദാശിവത്തെ യാത്രയക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായി. ഔദ്യോഗിക യാത്രയയപ്പ് ഏറ്റുവാങ്ങാതെ ആരിഫ് ഖാൻ നാളെ കേരളം വിടും. രാജ്ഭവൻ ജീവനക്കാർ യാത്രയയപ്പ് നൽകാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും ഔദ്യോഗിക ദുഃഖാചരണത്തെ തുടർന്ന് വേണ്ടെന്ന് വെച്ചു. നാളെ ഉച്ചയ്ക്ക് 12-ന് കൊച്ചിയിലേക്ക് പോകുന്ന ഗവർണർ അവിടെ നിന്ന് ഡൽഹി വഴി ബീഹാറിലേക്ക് പോകും. ജനുവരി 2-ന് ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനുവരി 1-ന് കേരളത്തിലെത്തും. 2-ാം തീയതിയാണ് പുതിയ ഗവർണറുടെ സത്യപ്രതിജ്ഞ. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.